1 കപ്പ് കടലമാവ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് ഇത് ഒരു മാവ് പരുവത്തിൽ, അതായത് ദോശമാവിൻ്റെയൊക്കെ പരുവത്തിൽ തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒഴിച്ചിട്ട് ഞാനിവിടെ കൈ വെച്ചിട്ട് തന്നെയാണ് അത് മിക്സാക്കി എടുക്കുന്നത്. നല്ലോണം കട്ടകളൊന്നും മിക്സാക്കി എടുക്കണം. അപ്പോൾ ഒരു ദോശമാവിൻ്റെ പരുവത്തിലായിട്ട് ഞാനിവിടെ കലക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. ഞാനിവിടെ ഇരുമ്പ് ചട്ടിയിൽ എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്, വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഓട്ടകളുള്ള അരിപ്പ പോലത്തെ കയ്യിലെടുത്തിട്ട് ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിൽ മുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതാവുമ്പോൾ നമുക്ക് സൗകര്യത്തിന് ഈ സ്പൂണിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ബൂന്തി പോലെ നമുക്ക് കിട്ടും. ഈ ഓട്ടയിൽ കൂടെ വീണിട്ട് ബൂന്തി പോലെ കിട്ടും. ഇത് നമുക്ക് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കണം കേട്ടോ. ബ്രൗൺ കളർ എന്ന് പറഞ്ഞാൽ കരിഞ്ഞു പോകുന്ന അത്ര പോലത്തെ ബ്രൗൺ അല്ല കേട്ടോ. നമുക്കിതിങ്ങനെ കിലുക്കി നോക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കുമല്ലോ, അങ്ങനെ കിലുകിലെന്നുള്ളത്. വല്ലാണ്ട് ഡാർക്ക് ബ്രൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മിക്സറിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറിപ്പോവും. അപ്പം ഞാനിത് ആയിട്ടുള്ളതൊക്കെ ഒരു അരിപ്പയിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ ആ മാവ് മുഴുവൻ ഞാനിവിടെ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ബൂന്തിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. അതിനുശേഷം ഞാനിവിടെ കപ്പലണ്ടി എടുത്തിട്ടുണ്ട്, പച്ചക്കപ്പലണ്ടി. അത് വറുത്തെടുക്കുന്നുണ്ട്. അതൊരു ചെറിയ ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. അതും ഇതുപോലെ ബ്രൗൺ കളർ ആവുന്നത് ഒന്ന് വറുത്തെടുത്ത് കഴിഞ്ഞ് കഴിയാം. അതും ഇതേപോലെ അരിപ്പയിലിട്ടിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഞാനിവിടെ തൊലിയോട് കൂടിയിട്ടുള്ള വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് ഈ എണ്ണയിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇതേപോലെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇഷ്ടമില്ലെങ്കിൽ ഇടണ്ട. പിന്നെ ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ വറുത്ത് കോരി മാറ്റി വയ്ക്കാം കേട്ടോ. പിന്നെ വറുക്കുന്നത് പൊട്ടുകടലയാണ്. അതും ഇതേപോലെ ചെറിയൊരു കപ്പിനെടുത്തിട്ടാണ് വറുത്തെടുക്കുന്നത്. അതും വറുത്തെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഇത് കൂടിയിട്ട് മിക്സ് ചെയ്യേ വേണ്ടു കേട്ടോ. അപ്പോൾ നമ്മൾ വറുത്തെടുത്തിരിക്കുന്ന ബൂന്തി, വെളുത്തുള്ളി, കപ്പലണ്ടി, കറിവേപ്പില ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊട്ടുകടലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഉപ്പിട്ടിട്ടുണ്ട്. എരിവ് ആവശ്യമുള്ളവർ മാത്രം ഇട്ടാൽ മതി കേട്ടോ. അപ്പം ഞാൻ ഇവിടെ മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം 1 സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഈ പാത്രത്തോടെ ഇങ്ങനെ ടോസ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ നല്ല അടിപൊളി മിക്സർ ഉണ്ടാക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ.